ഒരു 100 യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവ്ഡ് ലിസ്റ്റ്. അതിൻ്റെ അകത്ത് പഠിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കുസാറ്റ്, നമ്മുടെ NIT. അപ്പോൾ അത് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാടിന് 18 യൂണിവേഴ്സിറ്റീസാണ് അപ്രൂവഡ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു 4 ഇരട്ടിക്ക് ആണ് അവർക്ക്, അതിലും മേലെയാണ് അവർക്ക് യൂണിവേഴ്സിറ്റീസ് അപ്രൂവ്. ബാലറ്റ് സിസ്റ്റമാണ്, ഒരു ലോട്ടറി പോലെ നറുക്കെടുക്കുക ചെയ്യുന്നത്. ഈ ഒരു കോവയ്ക്ക വിളവെടുപ്പ് കഴിഞ്ഞാൽ കോവയ്ക്ക അടിച്ചോണ്ടിരിക്കുക ആവശ്യം കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് എത്ര ദിവസം കൂടുമ്പോഴേ ഇത്രയും കോവയ്ക്ക കിട്ടുന്നത്? ഇതൊരു 3-4 ദിവസം കൂടുമ്പോഴത്തേക്ക് ഇത്രയാവും. ആണോ? അടിപൊളിയാണല്ലോ. ഈ ചായ മെയ്റ്റ് വിസയുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ആയിട്ടുണ്ടോ? മെയ്റ്റ്സ് വിസയെ പറ്റി ഒരു അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട് ആക്ച്വലി. നമ്മുടെ ദിബിന് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചായ? ഡിബിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ക്രൈറ്റീരിയാസ് നോക്കിയിട്ടുണ്ട്. കാരണം അതിൻ്റെ മെയിൻ ഏജ് ക്രൈറ്റീരിയ അവൻ ഓക്കെ ആയിരിക്കും. കാരണം 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ പഠിച്ചിറങ്ങിയിട്ട് 2 ഇയേഴ്സിനുള്ളിലും കണ്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ട്. അതുപോലെ തന്നെ IELTS വലിയ സ്കോറൊന്നും വേണ്ട, 6.5 6 OETക്ക് C ഒക്കെ മതി ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു പ്രശ്നം വരിക, ഇതിൻ്റെ അകത്ത് ഇത്ര യൂണിവേഴ്സിറ്റികളുണ്ട്. നമുക്ക് ഇന്ത്യയിലെ ഇത്ര യൂണിവേഴ്സിറ്റികൾ പഠിച്ച ഒരു 100 യൂണിവേഴ്സിറ്റികളുടെ അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പഠിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരളത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കുസാറ്റ്, നമ്മുടെ NITC, നമ്മുടെ മുക്കത്തുള്ള കോഴിക്കോട്, പിന്നെ വേറെ ഏതൊരു യൂണിവേഴ്സിറ്റി, അങ്ങനെ 4 ഉള്ളൂ കേരളത്തിൽ നിന്ന്. പിന്നെ അപ്പോൾ അത് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ കേരള ഗവൺമെൻറ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ അകത്ത്. നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാടിന് 18 യൂണിവേഴ്സിറ്റീസാണ് അപ്രൂവഡ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു 4 ഇരട്ടിക്ക് ആണ് അവർക്ക്, അതിലും മേലെയാണ് അവർക്ക് യൂണിവേഴ്സിറ്റീസ് അപ്രൂവ് ആയിട്ടുള്ളത്. അത് നമ്മുടെ ഗവൺമെൻറ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു എഡ്യൂക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. $25 കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫീ അത്രയേ ഉള്ളൂ എന്നുള്ളത് വേറൊരു കാര്യം. എന്നിട്ട് ബാക്കിയുള്ളവർക്ക് ഇത് ആക്ച്വലി ലോട്ടറി തന്നെയാണ് കിട്ടുവാണെങ്കിൽ. ഡെഫിനറ്റ്ലി നമുക്ക് ഇങ്ങനെയുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ട ഒരു വിസ തന്നെയാണിത്. എനിവേ, നമുക്ക് പ്രതാപ്ജി കറക്റ്റായിട്ട് ഒരു ഇമിഗ്രേഷൻ ലോയർ പറയുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഉത്തരവാദിത്തോടെ നമുക്ക് കേൾക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് പ്രതാപ്ജിയുടെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ പ്രതാപ് ലക്ഷ്മണൻ. ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിൽ TN ലോയേഴ്സ് ആൻഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസ് എന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ ലോയറാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെൻ്റ് എന്ന ഉടമ്പടിയുടെ ഭാഗമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരുവാൻ ഇന്ത്യക്കാർക്കായിട്ട് ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പുതുതായി വിഭാവനം ചെയ്യുന്ന മെയ്റ്റ്സ് വിസ അഥവാ മൊബിലിറ്റി അറേഞ്ച്മെൻറ്റ് ഫോർ ടാലൻറ്റഡ് എയർലി പ്രൊഫഷണൽ സ്കീം, അതിൻ്റെ ചുരുക്കപ്പേരാണ് മെയ്റ്റ്സ്. സബ് ക്ലാസ് 403 എന്ന വിസയുടെ ചില വിശേഷങ്ങളാണ്. ഒന്ന്, ഈ വിസ ആരംഭിക്കുന്നത് അടുത്ത വർഷം ജനുവരി മാസം 9-ാം തീയതി മുതൽ ആണ് ഇതിൻ്റെ പ്രക്രിയകൾ ആരംഭിക്കുന്നത്. They are going to start the initial process for this visa from since January 2005, exactly on 9th of January. ഇതൊരു പ്രത്യേക രീതിയിലാണ് ഈ വിസ ഘടന ചെയ്യപ്പെട്ടിരിക്കുന്നത്, സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും 3000 ടാലൻറ്റഡ് ആയിട്ടുള്ള യങ് പ്രൊഫഷണൽസിന് ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കടന്നു വരാൻ കഴിയും. ഈ വിസയുടെ കാലാവധി 2 വർഷമാണ്. ഈ വിസയിൽ കിട്ടുന്നവർക്ക്, അവർ വിവാഹിതരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ഇതിനോടൊപ്പം കൊണ്ടുവരുന്നതിന് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വിസ പ്രധാനമായിട്ടും നൽകുന്നത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള ഇന്ത്യക്കാർക്കാണ്. ഒപ്പം ഇന്ത്യയിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അഗ്രികൾച്ചറൽ ടെക്നോളജി, ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, ഫിനാൻഷ്യൽ ടെക്നോളജി, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, മൈനിങ്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, ഒപ്പം റിന്യൂവബിൾ എനർജി, ഇത്രയും വിഷയങ്ങളിൽ ബാച്ചിലർ ഡിഗ്രിയോ അതിന് മുകളിലോട്ടോ ഉള്ള ഈ വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കാണ് ഈ വിസയ്ക്കുള്ള അർഹത ഉണ്ടാകുന്നത്.
പക്ഷേ അവർ അപേക്ഷിക്കുന്നത് ഇത്തരം ഡിഗ്രികൾ കിട്ടി 2 വർഷത്തിനുള്ളിൽ ഈ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമുണ്ട്. ഒന്ന് 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കായിരിക്കണം. മറ്റൊന്ന് ഇത്തരം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മതിയായ യോഗ്യത നേടി ഈ പറഞ്ഞ വിഷയങ്ങളിൽ, ഈ പറഞ്ഞ മേഖലകളിൽ മതിയായ വിദ്യാഭ്യാസ യോഗ്യത നേടി പുറത്തു വന്ന് 2 വർഷത്തിനകം ഈ വിസയ്ക്ക് അപേക്ഷിച്ചിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ഒന്ന്, ഇതൊരു ബാലറ്റ് സിസ്റ്റത്തിലൂടെയാണ്. കാരണം ഈ 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഈ പറഞ്ഞ മേഖലകളിലൂടെ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ എല്ലാ വർഷവും ഇന്ത്യയിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് യോഗ്യതകളുമായി പുറത്തേക്ക് വരുന്നതിനാൽ അവരിൽ നിന്ന് വളരെ ക്രീമി ആയിട്ടുള്ള, വളരെ എലിജിബിൾ ആയിട്ടുള്ള, ടാലന്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ വിസ ലഭിക്കുകയുള്ളൂ. എന്നാൽ അതിന് എല്ലാവർക്കും അർഹതയുണ്ട്. പക്ഷെ അത് അപേക്ഷിച്ചതിന് ശേഷം അവർ ആ ബാലറ്റ് സിസ്റ്റത്തിൽ നിന്ന് അവർ നിശ്ചയിച്ചിട്ടുള്ള, ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന യോഗ്യതകളുടെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് അതിനുള്ള ഇൻവിറ്റേഷൻ അഥവാ ക്ഷണപത്രം അയക്കുന്നതും, അങ്ങനെ ക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ അവർ ഈ വിസയ്ക്ക് അപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ബാലറ്റ് ഇത്തരത്തിൽ നിശ്ചിത മിനിമം യോഗ്യതയുള്ള എല്ലാവർക്കും ചെയ്യുവാൻ കഴിയുന്നതാണ്. അതിന് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾ ഓസ്ട്രേലിയൻ ഡോളർ $25 ചെലവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫീസായി നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ബാലറ്റിൽ നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ്. യു ക്യാൻ എൻ്റർ ഇൻ ടു ദ ബാലറ്റ് പ്രോസസ് ബൈ പേയിങ് $25. അങ്ങനെ അതിനുശേഷം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ നൽകി കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇതിന്റെ പ്രധാനപ്പെട്ട അപേക്ഷ വെക്കേണ്ടതും അതിന് നിങ്ങൾക്ക് ചിലവാകുന്ന തുക ഓസ്ട്രേലിയൻ ഡോളർ $365 മാത്രമാണ്. ഈ വിസ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 2 വർഷക്കാലം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ പഠിച്ച മേഖലകളിൽ, നിങ്ങളുടെ സ്കില്ല് തെളിയിച്ച മേഖലകളിൽ നിങ്ങൾക്ക് ജോലിക്കുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഒരു നിശ്ചിത ലെവൽ, ഒരു മിനിമം ലെവൽ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം അഥവാ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസി നമുക്കുണ്ടായിരിക്കണം. നിലവിൽ അവർ പറയുന്നത് IELTS ഓവറാൾ 6, അതായത് IELTSന്റെ കോമ്പീറ്റന്റ് ലെവൽ ഓവറാൾ ആണ് കോമ്പീറ്റന്റ് ലെവൽ സ്കോർ ആയിട്ടുള്ള 6 എന്ന് പറയുമ്പോൾ IELTSന് എല്ലാം 6 വരുമ്പോൾ മാത്രമാണ് കോമ്പീറ്റന്റ് ലെവൽ എന്ന് പറയുന്നത്. ശരിയായ അർത്ഥത്തിൽ അതിനെ കോമ്പീറ്റന്റ് ലെവൽ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഓവറാൾ 6ഉം ഇൻഡിവിജ്വൽ 5ഉം ആണ് അവർ നിഷ്കർഷിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ടുള്ള മറ്റ് പരീക്ഷകൾ, അതായത് പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ കേംബ്രിഡ്ജ് അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ്, അതല്ലെങ്കിൽ OET, അല്ലെങ്കിൽ ടോഫൽ ഇന്റർനെറ്റ് ബേസ്ഡ്. അപ്പോൾ ഇത്രയും മോഡലിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പരീക്ഷകളിൽ ഏതെങ്കിലും നിങ്ങൾ നിശ്ചിത യോഗ്യത നേടുകയും കൂടി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കുവാനുള്ള അർഹത ഉണ്ടാവുകയുള്ളൂ. OET ആണെങ്കിൽ, ഓക്കുപേഷണൽ ഇംഗ്ലീഷ് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് എല്ലാ മോഡ്യൂളിനും C ആണ് വേണ്ടത്, B അല്ല C ആണ് വേണ്ടത്. ഒരു കാര്യം OETയെ സംബന്ധിച്ച് പറയുവാനുള്ളത്, ബാക്കി എല്ലാ പരീക്ഷകളിലും IELTS ആവട്ടെ, പിയേഴ്സൺ ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ആവട്ടെ, മറ്റെല്ലാ പരീക്ഷകളും നിങ്ങൾ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ പാസ്സാകണമെന്നിരിക്കെ OET ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ ഓരോ മോഡ്യൂളും എഴുതിയെടുക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുള്ളൊരു അർഹത നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ നിയമം അനുസരിച്ച്, റെഗുലേഷൻ അനുസരിച്ച് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് OET ആണെങ്കിൽ നിങ്ങൾക്ക് C ആണ് കിട്ടേണ്ടത്. പക്ഷേ നിങ്ങൾ മൾട്ടിപ്പിൾ സിറ്റിങ്ങിൽ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. അതേസമയം മറ്റുള്ള പരീക്ഷകളെല്ലാം നിങ്ങൾ ഒറ്റ സിറ്റിങ്ങിൽ തന്നെ തീർത്തിരിക്കണമെന്നുള്ള നിർബന്ധമുണ്ട്. മറ്റൊന്ന്, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട്. നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യഘട്ടത്തിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഈ 2 വർഷക്കാലത്ത് ഓസ്ട്രേലിയയിൽ നിൽക്കുന്നതിനും
നിങ്ങളുടെ കുടുംബം ഉണ്ടെങ്കിൽ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത നിങ്ങളുണ്ട് എന്ന് തെളിയിക്കേണ്ടി വരും നിങ്ങൾക്ക് മെയിൻ ആപ്ലിക്കേഷൻ്റെ ഇൻവിറ്റേഷൻ ലഭിച്ചു. അതിനോടൊപ്പം തന്നെ മറ്റൊന്ന്, നിങ്ങൾ 2 വർഷക്കാലം ഓസ്ട്രേലിയയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളോ മറ്റോ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ നേരിടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസ് നിശ്ചയമായിട്ടും ഈ വിസയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം, ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിങ്ങളുടെ വയസ്സാണ്. 18 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ളതായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇന്ത്യയിലെ 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ബിരുദധാരികളെയോ അല്ലെങ്കിൽ അതിന് മുകളിലോട്ട് യോഗ്യത നേടിയിട്ടുള്ളവരെയൊക്കെയാണ് ഇതിനുള്ള അവസരം ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഈ 100 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കേവലം 3 യൂണിവേഴ്സിറ്റികളും ഒരു എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമേ കേരളത്തിൽ നിന്നുള്ളൂ. 1 കേരള യൂണിവേഴ്സിറ്റി, 2 മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കോട്ടയം, 3 കൊച്ചിൻ സാങ്കേതിക സർവകലാശാല കൊച്ചിൻ, 4 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോഴിക്കോട്. ഈ 4 സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ കേരളത്തിൽ നിന്ന് ഈ വിസയ്ക്ക് അപേക്ഷിക്കുവാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ കഴിയുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അവിടെയുള്ള 18 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയും. അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലുള്ള 11 സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയും. പിന്നീട് അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിൽ നിന്നുള്ള 8 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ വിസയ്ക്ക് അപേക്ഷിക്കുവാൻ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഡൽഹി വരുന്നുള്ളൂ. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയും ജാമിയ മിലിയയും ഡൽഹി യൂണിവേഴ്സിറ്റിയൊക്കെ അങ്ങനെയൊക്കെയുള്ള പ്രൈം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലനിൽക്കുന്ന നമ്മുടെ നാഷണൽ ക്യാപിറ്റലിൽ നിന്ന് 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമേ ഈ വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ വിസയുടെ സാധ്യതകൾ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരള യൂണിവേഴ്സിറ്റി, കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കൊച്ചിൻ കുസാറ്റ് യൂണിവേഴ്സിറ്റി, ഒപ്പം NIT, ഈ 4 സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥികൾ ഇതിനുള്ള ഈ പറഞ്ഞ മേഖലകളിൽ യോഗ്യത നേടുന്ന വിദ്യാർത്ഥികൾ ഈ വിസയുടെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ, ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അപേക്ഷിക്കുവാനുള്ളത്. നിങ്ങൾക്ക് ഈ വിഷയവുമായി സംബന്ധിച്ച് മറ്റെന്തെങ്കിലും വിവരങ്ങൾ കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലറ്റ് ഓപ്പൺ ചെയ്യുന്നത് ജനുവരി മാസം 2025 ജനുവരി മാസം 9-ാം തീയതിയാണ്. അതിൻ്റെ ഇൻവിറ്റേഷൻ പൂർത്തീകരിക്കുന്നത് മെയ് മാസം 30-ാം തീയതിയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ വിലാസം TN Lawyers and Immigration Consultants, 34 സെൻട്രൽ സ്ട്രീറ്റ്, ഫോറസ്റ്റ് ലേക്ക്, ക്യൂൻസ്ലാൻഡ് 4078. ഞങ്ങളുടെ ഫോൺ നമ്പർ 0401866578. ഞങ്ങളുടെ ഇമെയിൽ ID info@tnlawyers.com.au. മറ്റൊരു വിഷയവുമായി വീണ്ടും നിങ്ങളുമായിട്ട് ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. നന്ദി.